വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഉച്ചയൂണിന് പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കുക. സൂപ്പർ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു നോക്കാം. ഇപ്പം ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കണ്ട. ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ ഇതനുസരിച്ച് പച്ചമുളക് 2 അല്ലെങ്കിൽ 4 ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാങ്ങ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ വിനീഗറും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇനി നമ്മളിതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരം ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ ഈ റെസിപ്പി ചെയ്ത് നോക്കി സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കിത് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചട്ടി എടുക്കുക. ഒരു സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഞാനിപ്പോൾ 4 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നെടുകെ കീറി അങ്ങ് ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ 2 ഇട്ടാൽ മതി കേട്ടോ. ഇനിയും കൂടുതൽ വേണമെങ്കിൽ 5 വരെയൊക്കെ ഇടാം, 4-5 ഒക്കെ ഇടാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുവാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ. പിന്നെ നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ നമ്മളിതിനെ കൈകൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം. അതായത് നമ്മുടെ ഈ സവാളയുടെ നീരെല്ലാം ഒന്ന് ഇറങ്ങി നല്ല മയത്തിൽ കിട്ടണം. കാര്യം നമ്മളിത് പിന്നെ എണ്ണയിൽ വേറെ നമ്മൾ വഴറ്റിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ലേശം മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ല പോലെ ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ കറിയൊക്കെ നമ്മൾ മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എരിവൊന്നും ഈ പച്ചമുളക് ഇട്ടത് കൊണ്ടുള്ളൊരു പ്രശ്നമൊന്നും വരികയില്ല. അപ്പം മാങ്ങ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കിട്ട് ഞെരടി എടുക്കാറില്ല. നമ്മളിങ്ങനെ ഈ തിരുമ്മി എടുക്കുന്ന സമയത്ത് ആദ്യം ഉള്ളിയും ഇതെല്ലാം കൂടെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മാങ്ങയുടെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ, ഒരുപാടങ്ങ് അത് മാങ്ങ പൊടിഞ്ഞു പോകത്തക്ക രീതിയിലല്ല, അല്ലാതെ ആ മാങ്ങയായിട്ട് ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഒരു മണം, ആ ഉള്ളിയെല്ലാം കൂടെ ഇങ്ങനെ തിരുമ്മി എടുത്തത് കൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു വാസന. ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ തിരുമ്മിയത് കൊണ്ടിട്ട്
മതി കേട്ടോ. നമുക്കിതിനെ ഇങ്ങനെ വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം 1-ാം പാൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1.5 തൊട്ട് 2 വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം 2-ാം പാൽ എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ട് ആദ്യം 1-ാം പാൽ എടുക്കുവാണേ. അപ്പോൾ ഇവിടെ നമ്മുടെ 1-ാം പാൽ നല്ല കട്ടിപ്പാൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം പാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു താവി കൊണ്ടൊന്ന് ഇളക്കി ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മാങ്ങയെല്ലാം ഒന്ന് വെന്ത് കിട്ടണമല്ലോ. മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളത് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് ആ നല്ല ശരിക്കുള്ളൊരു ആ മാങ്ങക്കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് അരപ്പെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, മാങ്ങ എല്ലാം നല്ലതുപോലെ വെന്ത്. ഇപ്പൊ നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല പുളിയും ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. കാര്യം നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. നമ്മുടെ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മാങ്ങക്കറി ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടിൽ വേവിച്ചാൽ മതി. കാര്യം ഓഫ് ചെയ്തിട്ടുണ്ട്, ചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ പാല് 1-ാം പാൽ ഒഴിച്ചിട്ട് ഭയങ്കര ചൂടാണെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി താളിച്ചൊഴിക്കുക എന്നുള്ളതാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒരു 3 വറ്റൽമുളകാണ് ഞാൻ 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചിട്ടെടുക്കാം. ഇവിടെ മുളകും ഉള്ളിയും എല്ലാം നല്ലതുപോലെ തന്നെ അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ താളിപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, നമ്മുടെ മാങ്ങക്കറിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇളക്കണ്ട, ഇതിങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇട്ടിരുന്നതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറിയും കൂടെ ഒഴിച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓളം എന്ന് പറയുന്ന ബട്ടണൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മുടെ മാങ്ങ ഉണ്ടോ, വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.